ദീർഘകാല ബഹിരാകാശ ദൌത്യങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന ചോദ്യമാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപിക്കുന്നത്. 9 മാസത്തെ ദൌത്യത്തിനു ശേഷം സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചോദ്യം ചർച്ചയാവുന്നത്. വലിയ വെല്ലുവിളികളാവും ഇരുവർക്കും ഭൂമിയിലെത്തിയാൽ നേരിടേണ്ടി വരിക. സുനിത വില്യംസും ബുഷ് വിൽമോറും 288 ദിവസമാണ് ഇപ്പോഴത്തെ ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ചിലവഴിച്ചത്. ഇത്രയും ദിവസം ബഹിരാകാശത്ത് തങ്ങിയതിനാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനനുസരിച്ച് ജീവിക്കാൻ പാകത്തിന് പരിണമിച്ചതാണ് മനുഷ്യ ശരീരം. ഗുരുത്വാകർഷണമില്ലാതെ ബഹിരാകാശത്ത് ജീവിക്കുന്നതിനാൽ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ്. 3 മുതൽ 6 മാസം വരെ ബഹിരാകാശത്ത് ചിലവഴിച്ചാൽ ശരീരത്തിലെ മസിൽ മാസ് 30% വരെ നഷ്ടമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാലിലെയും കഴുത്തിലെയും പുറത്തെയും പേശികൾക്കാണ് പ്രധാനമായും ബലക്ഷയം സംഭവിക്കുക. എല്ലുകൾക്കും ഇതേ രീതിയിൽ ബലക്ഷയം ഉണ്ടാകും. ഒരു പരിധിവരെ ഇത് മറികടക്കാനുള്ള പദ്ധതികൾ നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഏജൻസികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹിരാകാശത്ത് പോകുന്നതിന് 1 വർഷം മുമ്പ് തന്നെ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. പ്രത്യേക പരിശീലനത്തിലൂടെ ബഹിരാകാശ സഞ്ചാരത്തിനായി ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കഴിഞ്ഞ സഞ്ചാരികൾ 2 മണിക്കൂർ പ്രത്യേക വ്യായാമങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കണം. ഇതിനായി ഒരു പ്രത്യേക ജിം തന്നെ നിലയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സഞ്ചാരികളുടെ ഭക്ഷണക്രമവും പ്രത്യേകം ചിട്ടപ്പെടുത്തുന്നതാണ്. ഗുരുത്വാകർഷണം കുറവായതിനാൽ ശരീരഭാരം അനുഭവപ്പെടില്ല. ഇതിനാൽ സഞ്ചാരികളുടെ നട്ടെല്ലിന് നീളം കൂടും. ഭൂമിയിലെത്തി കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ഇത് പഴയപടിയാകും. എന്നാൽ കഠിനമായ പുറംവേദനയും ഡിസ്ക് പ്രശ്നങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടി വരും. ഇതിനിടെ ഇരുവർക്കും ബേബി ഫീറ്റ് എന്ന അവസ്ഥ ഉടലെടുത്തിരിക്കാമെന്ന് കരുതപ്പെടുന്നുണ്ട്. മാസങ്ങൾ ബഹിരാകാശത്ത് ചിലവഴിച്ചതിന്റെ ഫലമായി ബഹിരാകാശ യാത്രികരുടെ കാൽപാദങ്ങൾ കുഞ്ഞുങ്ങളുടേതുപോലെ മൃദുലമാകുന്ന അവസ്ഥയാണിത്. ഇക്കാരണത്താൽ തന്നെ ഭൂമിയിലെത്തിയതിനു ശേഷം നടക്കുമ്പോൾ അതികഠിനമായ വേദനയായിരിക്കും അനുഭവപ്പെടുക. കാൽപാദത്തിൽ കട്ടിയായ തൊലി രൂപപ്പെടാൻ മാസങ്ങൾ വരെ വേണ്ടിവരാം. ഇക്കാലം അത്രയും നടക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. കാലുകൾ കുഞ്ഞുങ്ങളുടേതുപോലെയാകുന്നതിന് പുറമെ മാസങ്ങളായി ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ കഴിഞ്ഞത് അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുന്നതിനും കാരണമാകും. ഇത് ചിലപ്പോൾ പരിഹരിക്കാനും കഴിയാതെ വരാം. ബഹിരാകാശത്ത് കഴിയുന്ന ഓരോ മാസവും അസ്ഥികളുടെ സാന്ദ്രത 1% കുറയുമെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. ഭൂമിയിലേതുപോലെ ചലനങ്ങളും മറ്റും ഇല്ലാത്തതിനാൽ മസിലുകളും ദുർബലപ്പെടും. ഗുരുത്വാകർഷണത്തിനെതിരായി ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതിനാൽ ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവും കുറയും. രക്തത്തിന്റെ ഒഴുക്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം. ചില ഭാഗങ്ങളിൽ രക്തം ഒഴുകുന്നതിന്റെ വേഗത കുറയും. ഇത് രക്തം കട്ടപിടിക്കുന്നതിന് കാരണമായേക്കാം. ദ്രാവകങ്ങളും എളുപ്പത്തിൽ താഴേക്ക് വരില്ല. ദ്രാവകങ്ങൾ കൂടിച്ചേരുന്നത് കൃഷ്ണമണിയുടെ രൂപത്തിൽ മാറ്റം വരുത്തുകയും കാഴ്ചശക്തി കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. ബഹിരാകാശത്ത് ചിലവഴിക്കുന്നതിലെ മറ്റൊരു അപകടകരമായ പ്രത്യാഘാതം റേഡിയേഷൻ എക്സ്പോഷർ ആണ്. ഭൂമിയുടെ അന്തരീക്ഷവും കാന്തികതയും മനുഷ്യരെ ഉയർന്ന തലങ്ങളിലേക്കുള്ള വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ അത്തരം സംരക്ഷണം ബഹിരാകാശ യാത്രികർക്കായി ലഭ്യമല്ല. ബഹിരാകാശ യാത്രികർക്ക് 3 തരം വികിരണങ്ങളാണ് പ്രധാനമായും ഏൽക്കുന്നത് എന്ന് നാസ പറയുന്നു. ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിൽ കുടുങ്ങിയ കണികകൾ, സൂര്യനിൽ നിന്നുള്ള സൗരോർജ്ജ കാന്തിക കണികൾ, ഗാലക്സി, കോസ്മിക് കിരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.